Hello everyone, welcome to our channel Nursing with Jinsey. ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ജോലിയുടെ തിരക്കുകളും അതുപോലെ തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മെഡിക്കേഷൻ റൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ റൈറ്റ്സ് ഫോർ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ. മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ആസ് എ നേഴ്സ് നമ്മുടെ നഴ്സിംഗ് ഡ്യൂട്ടിയിലെ, നമ്മുടെ നഴ്സിംഗ് കെയറിലെ ഒരു ബിഗ് പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബിഗ് റെസ്പോൺസിബിലിറ്റി തന്നെയാണല്ലേ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇഞ്ചക്ഷൻ IM കൊടുത്താലും അല്ലെങ്കിൽ IV കൊടുത്താലും ഏതും പേഷ്യൻറ്റിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഏതൊരു മെഡിസിൻ ഏത് റൂട്ട് വഴി കൊടുത്താലും നമ്മളതിനെ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ് പറയുക. അപ്പോൾ ആ ഒരു മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മെഡിക്കേഷൻ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആസ് എ നേഴ്സ് നമ്മൾ ഫോളോ ചെയ്തിരിക്കേണ്ട കുറച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റ്സ് ഉണ്ട്. അതിനാണ് നമ്മൾ റൈറ്റ്സ് ഫോർ മെഡിക്കേഷൻ അല്ലെങ്കിൽ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൈറ്റ്സ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ കം ടു ദ ടോപ്പിക് മെഡിസിൻ അഡ്മിനിസ്ട്രേഷൻ റൈറ്റ്സ്. ഓക്കെ, സോ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നമ്പർലെസ് ആയിട്ടുള്ള റൈറ്റ്സുകൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ബേസിക്കലി ആസ് എ നേഴ്സ്, ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ആ ഒരു ബേസിക് റൈറ്റ്സ് ആണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ദ ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് പേഷ്യൻറ്റ്. സോ യു ഓൾ നോ വാട്ട് ഈസ് മീൻ ബൈ റൈറ്റ് പേഷ്യൻ്റ് അല്ലേ. പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. ഇനി ഒരു മെഡിസിൻ ഡോക്ടർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിസിൻ കൊടുക്കേണ്ട പേഷ്യൻറ്റ് ഇത് തന്നെയാണോ എന്ന് നമ്മൾ പേഷ്യൻറ്റിനെ കൺഫേം ചെയ്തിരിക്കണം. സോ ദ ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പേഷ്യൻറ്റ് തെറ്റിപ്പോകാൻ പാടില്ല, റൈറ്റ് പേഷ്യൻ്റ് ആയിരിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഇസ് റൈറ്റ് ഡ്രഗ് ഓർ റൈറ്റ് മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കേഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ എന്താണ്, ആ പേഷ്യൻറ്റിനെ കൺഫേം ചെയ്തു, അദ്ദേഹത്തിന് കൊടുക്കേണ്ട മെഡിസിൻ തന്നെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ. അതാണ് റൈറ്റ് ഡ്രഗ് എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ റൈറ്റ് മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കേഷൻ എന്ന് പറയും. ഓക്കെ, സോ ദ തേർഡ് വൺ ഈസ് റൈറ്റ് ടൈം. നമ്മൾ എപ്പോഴാണോ കൊടുക്കേണ്ടത്, ചില മെഡിസിൻ നമുക്ക് 3 times ഉണ്ട് അല്ലേ, ചില മെഡിസിൻ 2 times ഉണ്ട്, അല്ലെങ്കിൽ 4th hourly ഉണ്ട്. അപ്പോൾ ആ അവേഴ്സിന് അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഫ്രീക്വൻസി എന്താണോ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കണം പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുക്കേണ്ടത്. സോ ദാറ്റ് ഈസ് മീൻ ബൈ റൈറ്റ് ടൈം, അല്ലെങ്കിൽ നമുക്ക് റൈറ്റ് ഫ്രീക്വൻസി എന്നും പറയാം. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് ഡോസ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമുക്കറിയാം ഓരോ മെഡിസിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ പേഷ്യൻറ്റിന് അദ്ദേഹത്തിൻ്റെ ഡിസീസ് കണ്ടീഷനും അദ്ദേഹത്തിൻ്റെ ബോഡി വെയ്റ്റിനും ഒക്കെ അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഓരോ മെഡിസിനും വെറൈറ്റി ഓഫ് ഡോസസ് ഉണ്ട് അല്ലേ. എത്ര മില്ലിഗ്രാം ആണ്, അല്ലെങ്കിൽ എത്ര ലിറ്റർ ആണ്, IV ഫ്ലൂയിഡ് ആണെങ്കിൽ എന്നൊരു ഡോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട എക്സാക്റ്റ് ഡോസ് മാത്രമേ പേഷ്യൻറ്റിന് കൊടുക്കാൻ പാടുള്ളൂ. നമ്മളതിനെ എക്സീഡ് ചെയ്യുകയോ അതിനെ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു മാൽ പ്രാക്ടീസ് ആണ് അല്ലേ. സോ അതുകൊണ്ട് റൈറ്റ് ഡോസ് ആയിരിക്കണം പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് റൈറ്റ് റൂട്ട്. എന്ന് വെച്ചാൽ എന്താണ്, ഇഞ്ചക്ഷൻ ആണെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷനിൽ IV ഉണ്ട്, IM ഉണ്ട് അല്ല ഇൻട്രാഡെർമൽ ഉണ്ട്, അതുപോലെ നമുക്ക് ഓരോ വെറൈറ്റി അല്ല ഇൻഹലേഷൻ ഉണ്ട്, നമ്മൾ ആവി പിടിക്കുന്നതൊക്കെ പോലെ. അപ്പോൾ ഏതാണ് ഒരു ബോഡിയിലേക്ക് മെഡിസിൻ ആ പേഷ്യൻറ്റിന് കൊടുക്കേണ്ട ഒരു റൂട്ട് എന്നുള്ളത് എഴുതിയിട്ടുണ്ട് അല്ലേ, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു പ്രിസ്ക്രിപ്ഷൻ നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഫ്രീക്വൻസിലി പറഞ്ഞ റൈറ്റ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടാണ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ റൈറ്റ് റൂട്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനിൽ ഏതാണ് പേഷ്യൻറ്റിന് കൊടുക്കേണ്ട റൂട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അക്കോർഡിംഗ് ടു ദാറ്റ് പ്രിസ്ക്രൈബേഴ്സ് ഓർഡർ യു മസ്റ്റ് ഗീവ് ദ മെഡിസിൻ. ഓക്കെ, സോ അതിൽ IV ആണോ എന്ന് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർലി IM ആണോ എന്ന് കൺഫേം ചെയ്യുക. ചില മെഡിസിൻ നമുക്ക് IV കൊടുക്കാൻ പറ്റില്ല, IM ഉള്ളൂ. ചിലത് IM കൊടുത്താൽ സൈഡ് ഇഫക്റ്റ് ആണ്, IV തന്നെ കൊടുക്കണം അല്ലേ. സോ അക്കോർഡിംഗ് ടു ദ പ്രിസ്ക്രൈബേഴ്സ് ഓർഡർ യു മസ്റ്റ് സെലക്ട് ദ റൂട്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് റൈറ്റ് റൂട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്നത്. ഇനി ഒരു രണ്ടൊരു റൈറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ ആണ്, റൈറ്റ് ഡോക്യുമെൻറ്റേഷൻ. സോ ഇതും നമ്മുടെ ആസ് എ നേഴ്സ് നമ്മൾ ബേസിക്കലി ചെയ്യേണ്ടതാണ്. റൈറ്റ് ഡോക്യുമെൻറ്റേഷൻ മീൻസ് നമ്മളൊരു പ്രൊസീജിയർ ചെയ്തെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്തില്ല എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നോട്ട് ഡൺ.
റൈറ്റ്? നമ്മളൊരു കാര്യം ചെയ്തതിനെ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളത് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ മെഡിസിൻ ആയിക്കോട്ടെ, ഏത് പ്രൊസീജിയർ ആയിക്കോട്ടെ, വെരി കോമൺലി നമ്മുടെ നഴ്സസ് റെസ്പോൺസിബിലിറ്റി ആണ് ഏത് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്താലും ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രൊസീജിയർ വി ഹാവ് ടു റെക്കോർഡ് ഇറ്റ്, അല്ലേ? സോ അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ഡോക്യുമെൻറ്റേഷൻ. ഏത് മെഡിസിൻ, ഏത് റൂട്ട്, ഏത് ടൈമിൽ കൊടുത്തു, അല്ലേ? അല്ലെങ്കിൽ എത്ര ഡോസ് കൊടുത്തു എന്നുള്ള നമ്മൾ ഈ പറഞ്ഞ റൈറ്റ്സിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു നഴ്സസ് നോട്ട് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ കൊടുക്കുക, ഓക്കെ, ചെയ്യുക. സോ അതാണ് റൈറ്റ് ഡോക്യുമെൻറ്റേഷൻ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്പെഷ്യൽ പേഷ്യൻസ് റൈറ്റ് ആണ് റൈറ്റ് ടു റിഫ്യൂസ്. ഓക്കെ, ദിസ് മീൻ ബൈ നമ്മളൊരു മെഡിസിനായിട്ട് പേഷ്യൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുകയാണ് എനിക്കിനി മെഡിസിൻ വേണ്ട. അപ്പോൾ നമുക്ക് ആസ് എ നേഴ്സ് നമ്മൾ ചോദിക്കണം, എന്താണ് താങ്കളിത് വേണ്ട എന്ന് പറഞ്ഞത്, എന്തുകൊണ്ടാണ്, എന്തെങ്കിലും റീസൺ ഉണ്ടോ? സോ എന്നോടത് ഡിസ്കസ് ചെയ്യാമെങ്കിൽ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് എന്താണോ താങ്കൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അദ്ദേഹം അത് റെഫ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്തിരിക്കണം. അതിനാണ് റൈറ്റ് ടു റെഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു IV മെഡിസിൻ കൊണ്ട് ചെല്ലുന്നു, നിങ്ങളൊരു IV ഇഞ്ചെക്ഷൻ കൊടുക്കാൻ ചെല്ലുമ്പോൾ ആ പേഷ്യൻ്റ് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പേഷ്യൻ്റ് റിസ്ട്രെയിൻ ചെയ്തിട്ട് അദ്ദേഹത്തിനെ നിർബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കെട്ടിയിട്ടിട്ട് നമുക്ക് ആ ഒരു IV ഇഞ്ചെക്ഷൻ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. പേഷ്യൻ്റ് കോൺഷ്യസ് ആണെങ്കിൽ പേഷ്യൻ്റെ സമ്മതത്തോട്, കൺസെൻറ്റോട് കൂടി മാത്രമാണ് നമ്മൾ മെഡിസിൻ ചെയ്യേണ്ടത്. ഇനി പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണ്, പേഷ്യൻ്റ് ഒരു കൊമാറ്റിക് സ്റ്റേജിലാണെങ്കിൽ നമ്മൾ പേഷ്യൻ്റെ ഇമ്മീഡിയറ്റ് ഒരു ഫാമിലി മെമ്പറിനോട് ചോദിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇനി പേഷ്യൻറ്റും അതുപോലെ ഫാമിലി മെമ്പറും ഒക്കെയും റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് അവിടെ കൊടുക്കാൻ പാടില്ല. നമ്മൾ അതിന് നമ്മുടെ ഇമ്മീഡിയറ്റ് അപ്പർ അതോറിറ്റിയെ അത് ഇൻഫോം ചെയ്തിട്ട്, ആ ഇമ്മീഡിയറ്റ് അതോറിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നഴ്സസ് ഇൻചാർജിനെ ഇൻഫോം ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പ്രിസ്ക്രൈബർ, അല്ലേ, ഏത് ഡോക്ടറാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെയും ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ചെയ്യണം. ഈ മെഡിസിൻ കൊടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം റിഫ്യൂസ് ചെയ്യുന്നു എന്നുള്ളത്. ബട്ട് ബേസിക്കലി നമ്മുടെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് ആസ് എ നഴ്സ് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ചോദിക്കും എന്തുകൊണ്ടാണ് താങ്കൾക്കിത് വേണ്ടാത്തത് എന്നുള്ള ഒരു എൻക്വയറി നമ്മൾ തന്നെ ചെയ്തിരിക്കണം. അതിനുശേഷം ഇൻഫോം ചെയ്യുക. ബട്ട് യു ഹാവ് ടു കീപ്പ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ഓൾസോ എ മെഡിക്കേഷൻ റൈറ്റ്. ദാറ്റ് മീൻസ് പേഷ്യൻറ്റ് ക്യാൻ റെഫ്യൂസ്, ഓക്കെ, their own medicines. Okay, so ഇതാണ് നമ്മൾ ബേസിക്കലി മെഡിസിൻ അഡ്മിനിസ്ട്രേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത്. സോ വൺസ് മോർ ഐ വിൽ point out each rights. First one is right patient, second one is right drug, third one is right time, right dose, right route, and extra 2 is right documentation and right to refuse. Okay, so നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ്സ് ഒക്കെയും മൈൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഇത് പേഷ്യൻ്റെ സേഫ്റ്റിക്കും നമ്മളുടെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.